നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം 18% GST ഒഴിവാക്കാൻ ശുപാർശ വന്നേക്കും. പ്രീമിയത്തിന്മേലുള്ള GST ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശ ചർച്ച ചെയ്ത് മന്ത്രിതല ഉപസമിതി. വ്യക്തികളുടെ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള 18% GST ഒഴിവാക്കാൻ മന്ത്രിതല ഉപസമിതി GST കൗൺസിലിന് ശുപാർശ ചെയ്തേക്കും. വിഷയം പഠിച്ച 13-അംഗ സമിതിയുടെ അധ്യക്ഷനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രീമിയത്തിന്മേലുള്ള GST ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശയാണ് ഇന്നലെ GOM ചർച്ച ചെയ്തത്. ദീപാവലിക്ക് നടപ്പാക്കാൻ ആലോചിക്കുന്ന നിരക്ക് പരിഷ്കരണത്തിൻ്റെ ഭാഗമാണിത്. ഇന്നലെ ഡൽഹിയിൽ നടന്ന GOM യോഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൻ്റെ ശുപാർശകൾ അവതരിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ GOM നൽകുന്ന റിപ്പോർട്ട് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടക്കുന്ന GST കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം GSTയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് മന്ത്രിതല ഉപസമിതിയിലെ പൊതുവികാരമെന്നും എന്നാൽ ചില സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആശങ്കകളും GOM നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. നികുതി പൂജ്യമാക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ചൗധരി പറഞ്ഞു. നിരക്കിലുണ്ടാകുന്ന കുറവ് കമ്പനികൾ ജനങ്ങളിലേക്ക് കൈമാറി നടപടി ഉറപ്പാക്കണമെന്നും പല സംസ്ഥാനങ്ങളും അഭിപ്രായപ്പെട്ടതായി സമിതി അംഗം കൂടിയായ തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം പാർലമെന്റ് പരിസരത്തടക്കം ധർണ നടത്തിയിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കത്തയക്കുകയും ചെയ്തു. കേരളം, ബീഹാർ, UP, ബംഗാൾ, കർണാടക, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, മേഘാലയ, ഗോവ, തെലങ്കാന, തമിഴ്നാട്, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് ഇൻഷുറൻസ് മന്ത്രിതല സമിതിയിലെ അംഗങ്ങൾ. നിരക്ക് കുറയ്ക്കാം, പക്ഷേ വരുമാന നഷ്ടം പരിഹരിക്കണം. ഇൻഷുറൻസ് അടക്കമുള്ളവയ്ക്ക് GST ഒഴിവാക്കുന്ന കേരളം ആനുകൂല്യങ്ങൾ ലഭിച്ചെങ്കിലും വരുമാനത്തിലുണ്ടാകുന്ന കുറവ് നികത്താൻ നഷ്ടപരിഹാര സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. അതുപോലെ നികുതിയിലുണ്ടാകുന്ന കുറവ് പ്രീമിയത്തിൽ പ്രതിഫലിക്കുവാനും നടപടി ഉണ്ടാകണം. വിവിധ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും GST കുറയ്ക്കുന്നത് വഴി ഏകദേശം 900 കോടിയോളം രൂപ പ്രതിവർഷം കേരളത്തിന് നഷ്ടമുണ്ടാക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ. പഞ്ചാബ്, ബംഗാൾ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നിരക്ക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന GOM യോഗത്തിലും കേരളം ആശങ്ക ഉന്നയിച്ചേക്കും. ആരോഗ്യ ഇൻഷുറൻസ് 3 വർഷം നികുതിയായി പിരിച്ചത് 21.255 കോടി രൂപ. 2021-22 5354.28 കോടി രൂപയും 2022-23 7638.33 കോടി രൂപയും 2023-24 കാലഘട്ടത്തിൽ 8262.94 കോടി രൂപയും പിരിച്ചെടുത്ത തുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ പിടിച്ചെടുത്ത ആകെ തുകയാണ് ഇത്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.